ദാവീദ് എന്ന് പറയുന്ന ഒരാട്ടിടയനെ ഇസ്രായേൽ നയിക്കാനുള്ള ദാവീദ് രാജാവിനെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം എന്താ കൊടുത്തത്? ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ കൊടുത്തു. സ്നേഹം നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും പ്രതിസന്ധിയും വരികയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം നിങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം നിങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവവചനം നിങ്ങൾ വായിക്കുന്ന ആളുകളാണെങ്കിൽ, ദൈവവചനം പറയുന്ന ആളുകളാണെങ്കിൽ, ആത്മഹത്യ എന്ന് പറയുന്ന ഈ ഇരുളിനെ ദൈവവചനമാകുന്ന പ്രകാശം ചില വാതിലുകൾ തുറക്കണം. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നല്ലൊരു ആഴ്ച നേരുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രത്യേകമായി ഈശോയുടെ വരദാനങ്ങളും നന്മകൾ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതം കൂടുതൽ സന്തോഷപ്രദമാകട്ടെ എന്ന് ഒത്തിരി ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള മാതാപിതാക്കന്മാർ, മക്കൾ, സഹോദരി സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴമുള്ളതാകട്ടെ. പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനുമുള്ള നല്ല അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ, ചില വിഷമങ്ങളെയൊക്കെ നല്ല രീതിയിൽ സന്തോഷപ്രദമായി പരിഹരിക്കാനുള്ള കൃപാവരം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ തരട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ്. കർത്താവേ, അങ്ങ് പ്രകാശമാണ്, അങ്ങ് അന്ധകാരം അകറ്റുന്നു. കർത്താവേ, അങ്ങ് പ്രകാശമാണ്, അങ്ങ് അന്ധകാരം അകറ്റുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആത്മഹത്യയെക്കുറിച്ചും ആത്മഹത്യ പ്രവണതയെക്കുറിച്ചും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, ചിലപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ചിലപ്പോൾ നമുക്കെല്ലാം ഈ ആത്മഹത്യ പ്രവണത നമുക്കുണ്ടാകും. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ശാരീരികമായിട്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തലച്ചോറിൽ ചില ഹോർമോണുകൾ കുറവുള്ളത് കൊണ്ട് നമുക്ക് ഈ ആത്മഹത്യ പ്രവണത ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ കണ്ടു. ഇത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, രണ്ടാമതായിട്ട് ആത്മഹത്യ ചിലപ്പോൾ പാരമ്പര്യമായിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം. നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന ചില നന്മകളെല്ലാം പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ എന്തു ചെയ്യും, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് ചിലപ്പോൾ ആത്മഹത്യ ചിന്തകളും പ്രവണതകളും ഉള്ള ആളുകളായിരിക്കാം നമ്മൾ. ചില കുടുംബങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് പറയാറുണ്ട്, ആ കുടുംബത്തിലെല്ലാവരും ഇങ്ങനെ പതുക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന ചില പ്രത്യേകതകൾ കൊണ്ടാണ്, ജീനിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ് അവരിങ്ങനെ ആത്മഹത്യ പ്രവണത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെന്താ, ചെറുപ്പമായിരുന്നപ്പോൾ ആ പ്രശ്നം ആളുകൾ എങ്ങനെയാണ് പരിഹരിക്കുന്നേ നമ്മൾ നോക്കും. ചിലപ്പോൾ അവർ ദേഷ്യപ്പെട്ട് പരിഹരിക്കും, ചിലപ്പോൾ കോപിച്ച്, ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ശാന്തമായി പരിഹരിക്കും. പല രീതിയിലാണ് ഒരു പ്രശ്നത്തെ ആളുകൾ പരിഹരിക്കുന്നത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. ഈ ആത്മഹത്യ പ്രവണതയുള്ള ആളുകൾ അവർ തങ്ങളുടെ ജീവിതത്തിലുള്ള ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന എങ്ങനെയാണ്, ഞാനങ്ങ് മാറിയേക്കാം, ഞാനങ്ങ് പോയേക്കാം, ഞാനാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം, ഞാനില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എനിക്ക് പ്രശ്നങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന ഒരു ചിന്ത അവർ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. നമ്മുടെ കുടുംബങ്ങളിൽ മുമ്പുണ്ടായിരുന്ന ആളുകൾ എങ്ങനെയാണോ പ്രശ്നങ്ങൾ പരിഹരിച്ചത്, അതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പ്രക്രിയ നമ്മുടെ മനസ്സിൽ നടക്കും. ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ പരിഹരിക്കണമെന്ന്. ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ ചില ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് പരിഹരിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ അങ്ങ് മാറി നിന്നേക്കാം, എന്നെക്കൊണ്ട് ആവശ്യമൊന്നുമില്ല ഈ ലോകത്തിന്, എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന ചിന്ത വരും. ഇത് ചിലപ്പോൾ അവർക്ക് പാരമ്പര്യമായിട്ട് അവരെ ജനിതകത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. അതെന്ത് ചെയ്യും, പെട്ടെന്ന് അവരെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. മൂന്നാമതായിട്ട് ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, മക്കളുടെ ചില പ്രശ്നങ്ങൾ, ചില സാമ്പത്തിക പ്രതിസന്ധികൾ, ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, അവർ വിശ്വസിച്ചിരുന്ന ഒരാൾ അവരെ ചതിക്കുമ്പോൾ,
സ്നേഹം നിറഞ്ഞ ഇങ്ങനെ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ചില ആളുകൾ ഇത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കറിയത്തില്ല. അവർക്കിതെങ്ങനെ പരിഹരിക്കേണ്ടതെന്ന് അറിയത്തില്ല. മറ്റാരോടും അവർ ഷെയർ ചെയ്യില്ല. പെട്ടെന്ന് അവരെന്ത് ചെയ്യും? ആത്മഹത്യയിലേക്ക് പ്രവേശിക്കും. ഞാൻ അറിയുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. അത് നല്ലൊരു ബിസിനസ്മാൻ ആയിരുന്നു. നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് നടത്തി കുറച്ച് സമ്പാദ്യങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം നല്ലൊരു വീടുണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അല്ല, വീടുണ്ടാക്കി പകുതി പണിയായി. അപ്പോൾ അദ്ദേഹം കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് പല സ്ഥലങ്ങളിൽ ലോൺ എടുക്കാൻ തുടങ്ങി. കൂട്ടുകാരിൽ നിന്ന്, ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തു. അത് വീട് പണി പൂർത്തിയായപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ ബിസിനസ് അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോയില്ല. അദ്ദേഹത്തെ ബിസിനസ്സിൽ അദ്ദേഹം സ്വരുക്കൂട്ടി വെച്ച പല സാധനങ്ങൾ വില കുറഞ്ഞത് പോയതുകൊണ്ട് എന്ത് ചെയ്യും? ആ ബിസിനസ് തകർച്ചയിലേക്ക് പോയി. ആ ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് അദ്ദേഹം തൻ്റെ ജീവിത പങ്കാളിയോ മക്കളോടോ കൂടെയുള്ള ബന്ധുജനങ്ങളോ ഒന്നും ഷെയർ ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? പതുക്കെ അദ്ദേഹത്തിന് മനസ്സിൽ തീരുമാനമെടുത്തു, എങ്കിൽ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്താൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ആരോടും പറയാതെ പെട്ടെന്നങ്ങ് ആത്മഹത്യ ചെയ്തു. കേട്ട ആളുകളെല്ലാം അതിശയിച്ചു പോയി. കുറേ ആഴ്ചകൾ കഴിഞ്ഞ ശേഷം ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചപ്പോൾ അവർ പറയാണ്, അത് അറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കാമെന്നും ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമായിരുന്നു. ജീവിത പങ്കാളി പറഞ്ഞു, ഞങ്ങൾ വന്നത് ചെറിയൊരു ചെറ്റക്കുടിയിൽ നിന്ന്. ആ ചെറ്റക്കുടിലേക്ക് പോകാൻ എനിക്കോ എൻ്റെ മക്കൾക്കോ ഒരു പ്രശ്നമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്? സ്നേഹം നിറഞ്ഞവരെ, ചില ജീവിതത്തിലെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ആളുകൾ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് അവരുടെ മനസ്സിലേക്കൊന്ന് തീരുമാനം ഇങ്ങനെയാണ്, പെട്ടെന്നങ്ങ് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാൻ ചിന്ത വരും. നാലാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മഹത്യയുള്ള മറ്റൊരു കാരണം ചില രോഗങ്ങളാണ്. ചില നിരന്തരമായ ചില രോഗങ്ങൾ, ക്യാൻസർ രോഗം പോലെയുള്ള കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, നിരന്തരമായ കിടപ്പിലായ ആളുകൾക്കൊക്കെ ഈ ആത്മഹത്യ ടെൻഡൻസി വരും. ബോധപൂർവം നമ്മളതിനെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാം. അഞ്ചാമതായിട്ട്, ആത്മഹത്യയെക്കുറിച്ച് പറയുമ്പോൾ ഒരാളുടെയും വികാരങ്ങളെ നമ്മൾ ചെറുതായി കണക്കാക്കാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി പറയും, അതെനിക്ക് ബുദ്ധിമുട്ടാണ്, അതെനിക്ക് പ്രശ്നമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ പറയുന്ന ചെറിയൊരു വികാരം പോലും നിങ്ങളത് മാനിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നിങ്ങളതിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ചിലപ്പോൾ നമ്മൾ പറയും, എല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാവർക്കും ആ ബുദ്ധിമുട്ടുണ്ട്, എല്ലാവർക്കും ആ പ്രശ്നങ്ങളുണ്ടല്ലോ, നിനക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് നമ്മൾ ചോദിക്കരുത്. എല്ലാവരുടെയും വികാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ വിലമതിക്കണം. നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ വികാരങ്ങളെ നിങ്ങൾ വിലമതിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവരെന്ത് ചെയ്യും? മുറിവേൽക്കപ്പെടും. അവർ പെട്ടെന്ന് ആത്മഹത്യ പ്രവണതയിലേക്ക് പോകാൻ വേണ്ടിയൊക്കെ തുടങ്ങും. ആറാമതായിട്ട്, ചില മാനസിക രോഗങ്ങൾ, വിഷാദങ്ങൾ, ഡിപ്രഷൻ, മറ്റു ചില മാനസിക രോഗങ്ങൾ, OCD പോലുള്ള ചില മാനസിക രോഗങ്ങൾ പെട്ടെന്ന് നമ്മളെന്ത് ചെയ്യും? ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സാധ്യത വേറെയാണ്, വളരെ കൂടുതലാണ് സാധ്യത. ഒരു കത്തുന്ന തീയിലേക്ക് മണ്ണെണ്ണയോ ഡീസലേക്ക് ഒഴിക്കുന്നത് പോലെ ഈ മാനസിക രോഗങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ ആത്മഹത്യ പ്രവണതയെ കത്തിക്കാൻ വേണ്ടി തുടങ്ങും. ഒന്നാമതായിട്ട് നമ്മൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഒന്നാമതായിട്ട്, നമുക്ക് ആത്മഹത്യ പ്രവണതയുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഡോക്ടറെ കണ്ട് സംസാരിക്കുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്യണം. നമ്മൾ ശാരീരികമായ ചില ഹോർമോണുകളുടെ കുറവുകൾ കൊണ്ടാണ് നമുക്ക് ആത്മഹത്യ പ്രവണത ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ അങ്ങനെ പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. രണ്ടാമതായിട്ട്, ചില ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാനുണ്ട്. ചില നിരാശകൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രതിസന്ധികൾ, ചില സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആത്മഹത്യയിലേക്ക് നമ്മെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 2 വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ഹാഗാർ എന്ന് പറയുന്ന സ്ത്രീയാണ്. അവൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായി. അവൾ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിട്ടു. അവൾ തൻ്റെ ആകെയുള്ള മകനെ കൊണ്ട് മരുഭൂമിയിലേക്ക് പോയി. 1 അമ്പേറ് ദൂരം ആ മകനെ കടത്തി അവൾ മാറി നിന്നു. അവൾ എന്താ ചെയ്ത്? അവളുടെ ജീവിതത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും 1 അമ്പേറ് ദൂരം നിർത്തി അവൾ മാറി നിന്നു. ഒന്നാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അവിടെ നിർത്തി നമ്മൾ മാറി നിൽക്കണം. ഹല്ലേലൂയ.
രണ്ടാമതായിട്ട് നമ്മൾ ഈശോയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക, ഈശോ ശിഷ്യന്മാരെ അവിടെ നിർത്തി ഒരു കല്ലേറ് ദൂരം മാറി നിന്നു. ഒരു കല്ലേറ് ദൂരം തൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിർത്തി ഒരു കല്ലേറ് ദൂരം മാറി നിന്നിട്ട് ഈശോ രക്തം ഉയർത്തി പ്രാർത്ഥിച്ചു. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഒരു കല്ലേറ് ദൂരം, ഒരു അമ്പേറ് ദൂരം മാറി നിന്ന് ദൈവത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും. ഹല്ലേലൂയ. നമ്മളൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ, ചില സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്താഗതിയും എല്ലാം അടഞ്ഞു പോകും. എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റില്ല ചിന്ത നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ആ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ നിന്ന് മാറി നിൽക്കുക. മാറി നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം കിട്ടാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പ്രവർത്തിച്ച് എങ്ങനെയാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സൗമ്യമായി പരിഹരിക്കാൻ പറ്റുന്നൊരു ദർശനം, ഒരു രീതി നമുക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. ജോസഫിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഉണ്ടായപ്പോൾ വിശുദ്ധ ഗ്രന്ഥം പറയാ, നിദ്രയിൽ ദൈവദൂതൻ അവനോട് സംസാരിച്ചു. നിങ്ങളുടെ ജീവിതത്തിലെ ചില ചിന്തകളിൽ പ്രാർത്ഥനാ സമയത്ത് ഓരോ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും, എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായി നന്നായി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വരുമ്പോൾ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും ഒരു സ്ഥലത്ത് വെച്ച് വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കും. എങ്ങനെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി പറ്റും, എങ്ങനെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുമെന്ന് ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടും. ദൈവവചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായതുകൊണ്ട് എങ്ങനെ ആ പ്രശ്നങ്ങളിലെ നിന്ന് നമുക്ക് മാറാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമുക്ക് തരും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയിലൂടെ, പ്രതീക്ഷയില്ലാത്ത സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിക്കുക. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളുടെ ബുദ്ധിക്ക്, നിങ്ങളുടെ ചിന്തകൾക്കെല്ലാം ദൈവത്തിൻ്റെ വചനം ഒരു പ്രകാശം തരാൻ വേണ്ടി തുടങ്ങും. മൂന്നാമതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ സാധാരണ ആളുകൾ എന്ത് ചെയ്യും? ഉൾവലിയും. അവരുടെ മുറികളിലേക്ക്, അവരുടെ മാത്രമുള്ള ചിന്താരീതിയിലേക്ക് അവർ ഉൾവലിയും. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ ഷെയർ ചെയ്യുക. എനിക്കിങ്ങനത്തെ പ്രശ്നമുണ്ട്, ആ പ്രശ്നം വരുമ്പോൾ എൻ്റെ ചിന്ത ഇങ്ങനെയാണ്. ഞാനറിയൊരു കുടുംബമുണ്ട്, ആ കുടുംബത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ലോൺ എടുത്തതാണ്. ഭർത്താവ് എപ്പോഴും ഈ സ്ത്രീയെ, ഭാര്യയെ കുറ്റപ്പെടുത്തുമായിരുന്നു, നീ കാരണം. ഒരു ദിവസം രാത്രിയിൽ അവൾ എണീറ്റ് കരയാൻ തുടങ്ങി. ഭർത്താവ് നോക്കും ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നോക്കുമ്പോൾ ഇവൾ പറയാ, ചേട്ടാ എനിക്കിങ്ങനെ ആത്മഹത്യ ചെയ്യണം, ഈ ചേട്ടനെല്ലാം പറഞ്ഞല്ലോ ഞാൻ കാരണമാണ്, അപ്പോൾ എന്നെ അങ്ങ് നശിപ്പിച്ചേക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. ഉടനെ തന്നെ അദ്ദേഹം പറയാണ്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അവരെന്ത് ചെയ്തു? ഉടനെ തന്നെ ആ സഹോദരിയെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് മരുന്നൊക്കെ കൊടുത്തു. ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ഒറ്റപ്പെടുത്തരുത്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാർ കടന്നു പോകുമ്പോഴോ അവന് ഈ വിഷമമുണ്ട്, ഈ പ്രശ്നമുണ്ട് നമുക്കറിയാം, പക്ഷെ നമ്മൾ മൈൻഡാക്കില്ല. അങ്ങനെ ചെയ്യാതെ അവരുടെ പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കണ്ട് അവരോട് സംസാരിക്കുവാൻ വേണ്ടി നമ്മൾ പതുക്കെ തുറന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികളുടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളോട് നിങ്ങൾ അത് തുറന്ന് സംസാരിക്കുക. അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു മാലാഖയെ പോലെ നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളും പ്രതിസന്ധികളൊക്കെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരാളോട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കൃപ പരിശുദ്ധാത്മാവ് തരും. ഏഴാമതായിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും? വളരെയധികം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കും. ഈ ലഹരി വസ്തുക്കൾക്ക് ഒരു പ്രശ്നമുണ്ട്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും ചില കഴിവുകളൊക്കെ നശിപ്പിച്ചു കളയും. നമുക്കറിയാം, നമ്മുടെ ബുദ്ധിയെ അത് നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങും. നമ്മുടെ ശാരീരികമായ ചില കഴിവുകളെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങും. നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കും തോറും നമുക്ക് ഈ ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലായിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ലഹരി വസ്തുക്കളിലും ഒരു സഡേറ്റീവ്, ഹിപ്നോട്ടിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഈ സഡേറ്റീവ്, ഹിപ്നോട്ടിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയെ അതിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും. ആത്മഹത്യ ചിന്തകൾ വരുമ്പോൾ നമ്മളറിയാതെ തന്നെ
ഈ ലഹരി വസ്തുക്കൾ ആ ചിന്ത നമ്മളിങ്ങനെ വളർത്താൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് നമുക്കിങ്ങനെ ചിന്തകളൊക്കെ വരുമ്പോൾ നമ്മൾ പൂർണ്ണമായും ഈ ലഹരി വസ്തുക്കളെയൊക്കെ നമ്മൾ ഒഴിവാക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമ്മളെ മനസ്സിലും നമ്മുടെ ശരീരത്തിലുമൊക്കെ ഇതിനുള്ള പ്രവണതകൾ വരുമ്പോൾ നമ്മൾ ബോധപൂർവം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. സ്നേഹം നിറഞ്ഞവരെ, ദൈവം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കുവാൻ വേണ്ടി, നിങ്ങൾക്ക് മാത്രം ചെയ്തു തീർക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ ദൈവം ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ദൈവം ജനിപ്പിച്ചത്. അതുകൊണ്ട് ഈ ജീവിതമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപാവരമാണ്. അത് നമ്മൾ നശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും ദൈവത്തിന് അതിന് ഒരു പരിഹാരമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങളുടെ കാര്യങ്ങളിലും നിങ്ങളുടെ ചിന്തയിലും തെളിയുന്ന ചില പരിഹാരമല്ല, മറിച്ച് ദൈവത്തിന് ചില പരിഹാരമുണ്ട്. ദാവീദ് എന്ന് പറയുന്ന ഒരു ആട്ടിടയനെ ദൈവം ഇസ്രായേലിന്റെ രാജാവായി മാറ്റിയതിന് ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു പ്രശ്നവും പ്രതിസന്ധിയും അവന്റെ ജീവിതത്തിൽ വന്നു. ഹല്ലേലൂയ. ദാവീദ് എന്ന് പറയുന്ന ഒരു ആട്ടിടയനെ നിന്ന് ഇസ്രായേൽ നയിക്കാനുള്ള ദാവീദ് രാജാവിനെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം എന്താ കൊടുത്തത്? ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ കൊടുത്തു. സ്നേഹം നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും പ്രതിസന്ധിയും വരികയാണ്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം നിങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം നിങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആ പദ്ധതിയിലേക്ക് നിങ്ങൾ വളരാൻ വേണ്ടി പരിശ്രമിക്കണം. ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ഇരുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവത്തിൽ അവർ പോകും. എവിടെ നോക്കിയാലും ഇരുട്ടാണ്. ഒരു വാതിൽ പോലും അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ തുറന്നു വരികയില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവവചനം നിങ്ങൾ വായിക്കുന്ന ആളുകളാണെങ്കിൽ, ദൈവവചനം പറയുന്ന ആളുകളാണെങ്കിൽ, ആത്മഹത്യ എന്ന് പറയുന്ന ഈ ഇരുളിനെ ദൈവവചനമാകുന്ന പ്രകാശം ചില വാതിലുകൾ തുറക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഈ ഇരുളിനെ, ആത്മഹത്യ എന്ന് പറയുന്ന ഇരുളിലേക്ക് ചില പ്രകാശങ്ങൾ ദൈവം കൊണ്ടുവരും. സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാം സുവിശേഷത്തിൽ ഈശോ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. സാമ്പത്തികമായിട്ട്, വിശ്വസ്തതപരമായിട്ട്, കൂട്ടുകാർ ഒറ്റിക്കൊടുത്തു, തള്ളി പറയപ്പെട്ടു, എല്ലാം ജീവിതത്തിൽ ഒരുപാട് നിരാശയുടെയൊക്കെ ഈശോ കടന്നുപോയി. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നവും പ്രതിസന്ധിയുമായി ക്രൂശിതനായ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൻ അത് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമായി ക്രൂശിതനായ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, പ്രാർത്ഥനയോട് ചെല്ലുമ്പോൾ അവന് പെട്ടെന്ന് നിങ്ങളെ മനസ്സിലാകും. നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ നിരാശകൾ, നിങ്ങളുടെ പ്രത്യാശയില്ലാത്ത അവസ്ഥകളൊക്കെ ഈശോയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഈശോയ്ക്ക് നിങ്ങളെ നന്നായിട്ടറിയാം. നിങ്ങളെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവനറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളും ഒക്കെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കും. ക്രൂശിതനായ ഈശോ നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. ചില ആളുകളൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കിക്കേ, ഒരുപാട് നഷ്ടങ്ങൾ വന്ന ആളുകളുണ്ട്. പക്ഷേ ദൈവം അതെല്ലാം അവർക്ക് 100 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവം നിങ്ങൾക്കതെല്ലാം തിരിച്ചു തരും എന്ന ഒരു ചിന്ത, എന്ന ഒരു പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിലിടണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിരാശരാകാതെ പ്രത്യാശയുള്ള മനുഷ്യരാവുക. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവർ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ മാധ്യമങ്ങളുടെ, പത്രങ്ങളുടെ, TV-യിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന അയാൾ ആത്മഹത്യ ചെയ്തു, അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പറഞ്ഞിട്ടാണ്. സ്നേഹം നിറഞ്ഞവർ, അപ്പോൾ നമ്മൾ കൂടെയുള്ള ആളുകളോട് നമ്മൾ പറയണം, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചില പരിഹാരങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ കുടുംബങ്ങളിൽ ചില ആത്മഹത്യ പ്രവണതയുള്ള ആളുകളുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിക്കുണ്ടാവാം, മക്കൾക്കുണ്ടാവാം, മാതാപിതാക്കന്മാർക്കുണ്ടാവാം. ഒന്നാമതായിട്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടമായി നമ്മുടെ കുടുംബം മാറണം. എല്ലാ ദിവസവും ഒരു 20 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾ തുറന്ന് സംസാരിക്കണം. നിങ്ങളെ ജോലി സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ യാത്രക്കിടയിലുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക വരുമാനത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ ആകുലതകളും വ്യാകുലതകളും എല്ലാം നിങ്ങൾ വീട്ടിൽ, കുടുംബത്തിലെല്ലാവരും നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളെ പെട്ടെന്ന് നിങ്ങൾ കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി തുടങ്ങും. നല്ലൊരു കുടുംബ പ്രാർത്ഥന നിങ്ങൾ വളർത്തിയെടുക്കുക. ദൈവത്തിൻ്റെ വചനം വായിക്കുക. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മഹത്യ പ്രവണതയൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ 7 രീതിയിലുള്ള പ്രവണതകൾ നമുക്കുണ്ടെങ്കിൽ അതെല്ലാം ദൈവം പരിഹരിക്കട്ടെ. ആണ് കൃപാവരവും ശക്തിയും ദൈവവചനത്തിൻ്റെ കൃപാശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. ഇനി ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാൻ ഇടവരുത്തരുത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.